ലാഡ്രം മേഖലാ കമ്മിറ്റിയിലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പുതുലയം പത്മാപുരം ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും പുതുലയം പത്മാപുരം പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും സംയുക്തമായിട്ടാണ് ഇന്ന് പഴയവാമ്പനാർ മുതൽ ലക്ഷ്മി കോവിൽ വരെയുള്ള പ്രദേശത്തുള്ള റോഡിൻ്റെ ഇരുവശത്തുമുള്ള കാടുകൾ വെട്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം പഴയവാമ്പനാർ മുതൽ കൊടുവ വരെയുള്ള പ്രദേശങ്ങളിൽ കൊടുവ 1-ാം ഡിവിഷൻ മുതൽ 1-ാം ഡിവിഷൻ 2-ാം ഡിവിഷൻ തെപ്പക്കുളം പുതുലയം പത്മാപുരം താഴ്ലാഡ്രം പ്രദേശങ്ങളിൽ 100 കണക്കിന് തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശമാണ്. ശരാശരി ഒരു ദിവസം 100 കണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതാണ്. ഇപ്പോൾ മഴക്കാലം മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകളെല്ലാം വളർന്നു കിടക്കുന്നു. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത സാഹചര്യം. അവധി ദിവസങ്ങളിൽ ചാർലിക്കുളം ഉൾപ്പെടെ നമ്മുടെ ശിവമല ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് 100 കണക്കിന് പുറത്തുള്ള ആളുകൾ, നമ്മുടെ കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ കേരളത്തിനകത്ത് തന്നെയുള്ള ഒട്ടനവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാട്ടുപോത്ത് ഇറങ്ങി ഈ റോഡിൽ കൂടെ നടക്കുന്നു വാഹനങ്ങൾ പോകുന്ന സമയത്ത്. അതുപോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. തികച്ചും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശത്ത് നോക്കിയാൽ ഈ പ്രദേശത്തുള്ള മിക്ക സ്ഥലങ്ങളിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നേ ദിവസം ഡിവൈഎഫ്ഐയും പുതുലയം പത്മാപുരം ബ്രാഞ്ച് കമ്മിറ്റിയും നേതൃത്വം കൊടുത്ത്, അതുപോലെ ഈ CPIഎമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് വി സുഗു, രാജേഷ്, അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ടുള്ള സഖാവ് വിഷ്ണു, അതുപോലെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി സഖാവ് ജിതിൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കാട് വെട്ടി വൃത്തിയാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് തികച്ചും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐയെ ഈ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് മൂലം അഭിനന്ദിക്കുക എന്നുള്ള കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ എല്ലാവിധ അഭിനന്ദനങ്ങളും ഡിവൈഎഫ്ഐക്ക് നേർന്നുകൊള്ളുന്നു. മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലാഡ്രം പുതുലയം യൂണിറ്റ് കമ്മിറ്റി നടത്തുന്ന ഈ ശുചീകരണ ക്യാമ്പയിൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്യമൃഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായിട്ടുള്ള റാണികോവിലിൽ കടുവയെ കണ്ട സാഹചര്യത്തിൽ ഈ വരുന്ന ഈ വഴി, ഈ 3-4 എസ്റ്റേറ്റിലേക്ക് പോകുന്ന മെയിൻ വഴിയാണിത്. ബസ് റൂട്ടാണ്, ഓട്ടോ ടാക്സി പോകുന്ന വഴികളാണ്. നിരവധി ആൾക്കാർ ജോലിക്ക് പോവുകയും അതുപോലെ തന്നെ ഇതിനെ നടന്നു പോവുകയൊക്കെ ചെയ്യുന്ന വഴിയാണ്. ഈ വഴി കഴിഞ്ഞ മഴക്കെടുതിയിൽ കാട് പിടിക്കുകയും കാടും പള്ളയൊക്കെ പിടിച്ച് കിടന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതൊന്ന് വെട്ടിത്തെളിച്ച് ജനവാസയോഗ്യമായ രീതിയിൽ നടക്കുവാനും അതുപോലെ തന്നെ വാഹനയാത്രക്കാർക്കും എല്ലാം ഒരു നല്ലൊരു രീതിക്ക് തന്നെ വഴി ശുദ്ധീകരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ക്യാമ്പയിനാണ് ഞങ്ങളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ
ഞങ്ങളിത് നടത്തി പോകുന്നതാണ്. കാരണം ജനവാസ മേഖല ഒരിക്കലും കാട് പിടിച്ച് കടക്കുവാൻ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർ അനുവദിക്കുകയില്ല. ഞങ്ങൾ എല്ലായിടത്തും ഇതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുന്നതാണ്.